ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു വേൾഡ് മാപ്പിൻ്റെ ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലുള്ള പാർട്ടാണ് കാണുന്നത്. അതിൽ ധാരാളം ആരോ മാർക്കുകൾ, പല നിറത്തിലുള്ള ആരോ മാർക്കുകൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. വളരെ കൂടുതലാണ് ഈ ആരോ മാർക്കുകൾ. ഇപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആരോ മാർക്കുകൾ. അതായത് നമ്മുടെ ഈ കടൽ ജലം എന്ന് പറയുന്നത് നമുക്ക് നീല നിറത്തിൽ കാണാൻ പറ്റുന്ന, നീല കളറിലുള്ള കടൽ ജലത്തെ കാട്ടിയും ആരോ മാർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചോദിക്കും, ഈ ആരോ മാർക്കുകൾ എന്താണ് എന്ന് നിങ്ങൾ ചോദിച്ചു. ഇതെല്ലാം കപ്പലുകളാണ്. അതിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ഫിഷിംഗ് ബോട്ടുള്ളത്. വളരെ, അതായത് 100% ഒരു 1% അല്ലെങ്കിൽ 2% മാത്രമേ ഇതിൽ ഈ പറയുന്ന ഫിഷിംഗ് ബോട്ടിൽ, ബാക്കിയെല്ലാം ലാർജ് വെസൽ, ഫീഡർ വെസൽ, അൾട്രാ ലാർജ് വെസൽ, മെഗാമാക്സ് കപ്പലുകൾ. ഇതാണ് നമ്മൾ ഈ കാണുന്ന ആരോ മാർക്കുകളെല്ലാം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കപ്പൽ പോകുന്ന ഏറ്റവും ബിസിയസ്റ്റ് റൂട്ടായ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അടുത്തുകൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിച്ചു തരുന്നത്, ഇത്രയേറെ കപ്പലുകൾ ടൈറ്റ് ഷെഡ്യൂൾഡായിട്ട് ലോകത്തിൽ 99% ട്രേഡിംഗ്, ചരക്ക് നീക്കം നടക്കുന്നത് ലോകത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, കടലിലൂടെയാണ്. അതുകൊണ്ടാണ് ഒരു പോർട്ട് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഉതകുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകുമെന്ന് പറയുന്നത്. ഈ 99% ഗുഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് നടക്കുന്ന കടലിലൂടെ തന്നെ മാത്രമാണെന്ന് എല്ലാവർക്കും പറയും. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന കപ്പലുകൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കപ്പൽ. ഇനിയും നമ്മൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഇനിയും കപ്പൽ ലോഡായിക്കൊണ്ടിരിക്കും. നെറ്റിൻ്റെ സ്ലോ ആയതുകൊണ്ടാണ് ഇത്രയും ലോഡാവാത്ത, ഇനിയും ലോഡാവും. ഇതൊക്കെ എന്തിനാണ് പറയുന്നത് ചോദിച്ചാൽ, ഇത്രയേറെ ടൈറ്റ് ഷെഡ്യൂളിൽ ഇത്രയേറെ പോകുന്ന കപ്പലിൽ ഒരു കപ്പലാണ് നമ്മുടെ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ. ഒരു ഫീഡർ വെസലാണ്. ആ കപ്പൽ മറിഞ്ഞ സമയത്തെല്ലാം നമുക്ക് വളരെയധികം സങ്കടം തോന്നി. കാരണം നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷം പോർട്ടിനെ സ്നേഹിക്കുന്നതോടൊപ്പം പോർട്ടിലൂടെ വരുന്ന കപ്പലുകളുടെയും മലയാളികൾ നേരത്തെ തന്നെ നമുക്കറിയാമെങ്കിലും കൂടുതലായിട്ട് സ്നേഹം തോന്നിയത്, കൂടുതലായിട്ട് MSCയുടെ കപ്പലുകളാവട്ടെ, ഏത് കപ്പലുകളാവട്ടെ, നമുക്ക് വളരെയധികം സ്നേഹം തോന്നിയിട്ടുണ്ട്. കപ്പൽ വരുന്നതും കപ്പലിൻ്റെ ഡീറ്റെയിൽ അറിയാനും. അതുവരെ നമ്മൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ള സത്യം, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ, കാരണം അൾട്രാ ലാർജ് വെസൽ ഉൾപ്പെടെയുള്ള കപ്പലുകളാണ് നമ്മുടെ പോർട്ടിൽ വരുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ MSC ഐറിന പോലത്തെ കപ്പലും നമ്മുടെ പോർട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ മാറ്റിക്കഴിഞ്ഞു. ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് അറിയാം. അതിൽ വളരെ ചെറിയൊരു കപ്പലാണ് MSC എൽസ 3. നമ്മുടെ പോർട്ടിൽ 12-13 തവണ വന്നിട്ടുണ്ട്. ആദ്യമായി എനിക്ക് തോന്നുന്നു 45-50 കപ്പലായിട്ടാണ് എൽസ 3 ആദ്യമായി വന്നത്. അതിനുശേഷം ധാരാളം തവണ വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ തീർച്ചയായിട്ടും എൽസ 3യുടെ വീഡിയോയും ഫോട്ടോ, എൻ്റെ മാത്രമല്ല ധാരാളം യൂട്യൂബേഴ്സിൻ്റെയും ഈ പറയുന്ന പോർട്ട് റിലേറ്റഡ് എല്ലാവരുടെയും ഈ വീഡിയോ തന്നെ കാണും. MSC എൽസ 3യുടെ വീഡിയോ തന്നെ കാണും. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ കപ്പൽ മറിയാൻ ചരിയുന്ന സമയത്ത് എല്ലാവർക്കും വളരെയധികം സങ്കടം തോന്നി. ആ സങ്കട ന്യൂസുകൾ കണ്ടെങ്കിൽ മണിക്കൂറുകൾ കൊണ്ടാണ് ആ സങ്കട ന്യൂസൊക്കെ അങ്ങോട്ട് മാറിയത്. ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ന്യൂസ് അനുസരിച്ച് ഇതൊരു യുദ്ധക്കപ്പലാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവും. അതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് MSC എൽസ 3 മറച്ചതാണോ അതോ മറഞ്ഞതാണോ, അതിൽ യന്ത്രത്തോക്കുകളുണ്ടോ, ലൈബീരിയൻ ഫ്ലാഗിൽ വന്ന കപ്പലായതുകൊണ്ടാൽ യന്ത്രത്തോക്കുകളും പിന്നെ ഈ പറയുന്ന ഗോൾഡും ബ്രൗൺ ഷുഗറും, ഇതിനി ഒന്നും പറയാനില്ല. ആ രീതിക്ക് എന്തു പറയാൻ, കുറച്ച് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ജനങ്ങളെ ഭീതിയിലാക്കി റേറ്റിംഗ് കൂടുകയാണ് ഇവിടുത്തെ സാധാ മീഡിയ മുതൽ അങ്ങ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ള മീഡിയ വരെ ജനങ്ങളെ ഭീതിയിലാക്കി എങ്ങനെ റേറ്റിംഗ് കൂട്ടാം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ എടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ കപ്പൽ മറിഞ്ഞത് എന്ന് ഒരാൾ കറക്റ്റായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടോ? ഈ കപ്പൽ മറിഞ്ഞത് യഥാർത്ഥത്തിൽ അറിയാൻ പറ്റുന്ന ക്യാപ്റ്റന് മാത്രമാണ്. നമുക്ക് ഈ കപ്പലിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. പല തവണ ഞാൻ പോയതാണ്. എങ്കിലും MSC എൽസ 3യുടെ ഡീറ്റെയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മാപ്പ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് നമ്മളെ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഈ ഡീറ്റെയിൽ എല്ലാം നമ്മൾ തരുന്നതും പറയുന്നതും. അതെല്ലാം കറക്റ്റാണ്. നിലവിൽ ഇത് വെച്ചിട്ട് എല്ലാവർക്കും പറയാനും സാധിക്കുള്ളൂ. MSC എൽസ 3 കുറച്ച് ദിവസം മുന്നേ പോയ പോർട്ടുകളുടെ ഡീറ്റെയിലാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി പോകാൻ പോകുന്ന ഡീറ്റെയിൽ നമുക്കിവിടെ തീർച്ചയായിട്ടും തൂത്തുക്കുടി പോർട്ട്, പിന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട്, ഇനി മാംഗ്ലൂർ പോർട്ട്, അതായത് ഈ ഷെഡ്യൂൾ കറക്റ്റായിട്ട് അവർ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തതിനാൽ നമുക്കത് കിട്ടും. ഷെഡ്യൂളിൽ കിട്ടും. ഇതാണ് MSC എൽസ 3 എന്ന് പറഞ്ഞാൽ ഫീഡർ വെസൽ ചെയ്യുന്നത്. ഇപ്പം ഇനി അടുത്ത് ഓരോന്നിനും നമുക്ക് മറുപടി തുടങ്ങാം. ഇപ്പോൾ പലരും പറയുന്നു MSC എൽസ 3 എന്ന് പറയുന്ന ഈ കപ്പൽ, അതായത് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ കൊച്ചി പോർട്ടിലേക്ക് പോകുന്ന കപ്പൽ. നമ്മൾ ഈ ട്രാക്കിംഗ് കറക്റ്റാണ്. നിങ്ങൾ നോക്കൂ, ഈ ഭാഗത്ത് നിന്ന് കപ്പൽ, അതായത് കൊച്ചി പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. കൊച്ചി പോർട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് തിരിഞ്ഞ് കപ്പൽ ഇത്രത്തോളം സഞ്ചരിച്ച് ഇവിടെ ഇത് എങ്ങനെ സഞ്ചരിച്ചെന്ന് ചോദിച്ചാൽ ഹെവി സ്റ്റോം ആയിരിക്കും. പല റീസൺ കാണും.
കടൽ തിരമാല, നമ്മൾ ഈ പറയുന്ന പോലെ കടൽ അത്ര ശാന്തമല്ല. കപ്പലുമായിട്ട് ജോലി ചെയ്യുന്നവർക്ക്, ഞാൻ കപ്പൽ ജോലി ചെയ്തിട്ടുള്ള ആളല്ല, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കപ്പലിലെ കൂടുതൽ ക്യാപ്റ്റന്മാരോടൊക്കെയും ക്രൂ മെമ്പേഴ്സിൻ്റെയും കൂടുതൽ സംസാരിക്കേണ്ട ഒരു അവസരം ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. കാരണം കപ്പലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് അയക്കുന്നതിനാൽ കപ്പലിൻ്റെ ഓരോ പോയിന്റ് നമ്മൾ അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നമ്മളെ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കമൻറ്റ് വരും. അത് മാത്രമല്ല പല ക്യാപ്റ്റന്മാരുടെയും ക്രൂ മെമ്പേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് ഞാൻ പല വീഡിയോയും പോസ്റ്റ് ചെയ്യും. എന്നാലും നമുക്ക് തെറ്റ് വന്നാലും നമ്മുടെ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ അറിവ് എനിക്കും നിങ്ങളെപ്പോലെയും എനിക്കും അറിവ് കിട്ടുകയാണല്ല. ഞാൻ കപ്പലിൽ ജോലി ചെയ്തിട്ടുള്ളതല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കപ്പൽ ഇവിടെ നിന്ന് ഇത്ര ദൂരം തിരിഞ്ഞ് ഇവിടെയാണ് നമുക്ക് അവസാന സിഗ്നൽ പോയിന്റ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആ സിഗ്നൽ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ 7:21 AM ആണ്. 25-ആം തീയതി 7:21 AM അവസാനമായ സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. 9.9 മീറ്റർ ഡ്രാഫ്റ്റ് ആയിരുന്നു കപ്പലിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കരുവാറ്റ, അമ്പലപ്പുഴ, നിലവിൽ ഈ പറയുന്ന കണിച്ചുകുളങ്ങര, പുന്നപ്ര, വണ്ടാനം, പുറക്കാട്, ഇത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തു. ഈ സ്ഥലങ്ങളിലെല്ലാം കണ്ടെയ്നർ അടിഞ്ഞു കൂടും എന്ന് നേരത്തെ തന്നെ, ഈ കണ്ടെയ്നർ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ കറക്റ്റ് മാപ്പ് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കായംകുളത്ത്, ഈ പറയുന്ന തൊട്ടടുത്ത് ചവറ, ശക്തികുളങ്ങര, വർക്കല, ഇവിടെ എല്ലാം കറക്റ്റാണ്. കാരണം കണ്ടെയ്നർ ഒരു കപ്പൽ മറിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ കണ്ടെയ്നർ ഈ കടലിലൂടെ ഒഴുകി നടക്കും. ഇത് തീരപ്രദേശത്ത് അടിയും. കടലിലൊന്നും വേസ്റ്റ് ഒന്നും ഇടാറില്ല. കടൽ എന്തിട്ടാലും തീരത്തടിയും എന്നാണ് എൻ്റെ അറിവ്. നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ കപ്പൽ മറിഞ്ഞ സമയത്ത് തന്നെ നിലവിൽ നമുക്കൊരു വാർത്ത കിട്ടുന്ന കപ്പലിലെല്ലാം ജനറൽ ഗുഡ്സ് ആണ് ഉള്ളത് എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാം കേട്ടു. അതിനുശേഷം നിലവിൽ സൾഫർ ഉണ്ട്. അതായത് കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ, അതായത് നമുക്കിപ്പോൾ കപ്പലിൽ കണ്ടെയ്നർ നിരത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്, ഏത് ലെവലിലാണെന്നുള്ളത്. അതിൽ ഏറ്റവും അടിത്തട്ടിലാണ് സൾഫർ അടങ്ങിയ കണ്ടെയ്നർ ഉണ്ട്. ഏകദേശം 21 ടൺ എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ കയ്യിൽ രേഖകളൊന്നുമില്ല. അത് വെച്ചിട്ട് പലരും പറയുന്നുണ്ട് ചിലപ്പോൾ സൾഫർ കാണുമായിരിക്കും, ഇല്ലായിരിക്കും. നിലവിൽ ആ സൾഫർ അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ കേരളം ഇല്ലാണ്ടായിപ്പോവും, ജനങ്ങൾ മരിക്കും, വമ്പൻ സ്ഫോടനമുണ്ടാവും, സുനാമി ഉണ്ടാവും എന്നൊക്കെ പല ന്യൂസ് മേക്കറും ചുമ്മാ അടിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ജനങ്ങളെ ഭീതിയിലാക്കി റേറ്റിംഗ് കിട്ടുന്ന ധാരാളം ചെറിയ ചാനൽ മുട്ട് വലിയ ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതൊക്കെ വെറും ബ്ലണ്ടറാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ പല ക്യാപ്റ്റന്മാരോടും പല ക്രൂ മെമ്പേഴ്സിനോട് സംസാരിച്ചത്. എങ്ങനെയാണ് മറിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് എന്താ സാധിക്കും? ഒരു ലോറിയിൽ കുറച്ച് അരിയുമായിട്ട് പോകുന്ന ഒരു ലോറി റോഡിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അരി റോഡിലേക്ക് സ്പ്രെഡ് ആവും. ഇതുപോലെ തന്നെയാണ് കടലിൻ്റെ സൈഡിൽ ഒരു കണ്ടെയ്നർ കപ്പൽ മറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നർ കരക്കടിയും. അതാണ് ചെയ്യുന്നത്. ഇനി സൾഫർ ഉണ്ടെങ്കിൽ സൾഫർ അഥവാ എക്സ്പ്ലോർ ആയാൽ തന്നെ ഇത്രയും വലിയൊരു കടലാണ്, നിങ്ങൾ നോക്കൂ, ഇത്രയും വലിയൊരു കടലിൽ ഇത് വലിയ ഭൂകമ്പമായി മാറുമോ? അല്ല, ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവും എന്നല്ലാതെ നമ്മൾ ഈ പറയുന്ന കരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നും സംഭവിക്കുക എന്ന് പറഞ്ഞാലൊന്നും റേറ്റിംഗ് കിട്ടില്ല. പക്ഷേ എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടും. ഒന്നാമത്തെ കാര്യം. അപ്പോൾ സൾഫറിൻ്റെ കാര്യം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇതിൽ കൂടുതൽ ന്യൂസ് അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് ബോക്സിൽ തന്നെ വരണം. ഇല്ല ഇത് പൊട്ടിത്തെറിച്ച് സുനാമിയോ വേറെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ എനിക്കും അതൊരു പുതിയ അറിവായിരിക്കും. ഇനി അടുത്ത് ഇത് ലൈബീരിയ രജിസ്റ്റർ ചെയ്ത കപ്പലാണ്. നമുക്ക് കപ്പലിൻ്റെ ഡീറ്റെയിൽ നോക്കാം. ഫ്ലാഗ് ലൈബീരിയയാണ്. അതുമാത്രമല്ല കപ്പലിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് കഴിഞ്ഞാൽ 30/12/1996 കപ്പലാണ്. നിലവിൽ നമുക്കറിയാം 25-26 വർഷമായി കപ്പൽ ഇറങ്ങിയിട്ട്. ഇതിലും പഴക്കം ചെന്ന കപ്പലുകൾ ഞാൻ ഡീറ്റെയിൽസ് ചെയ്ത് തരാം. 30-35 വർഷം പഴക്കമുള്ള കപ്പലുണ്ട്. 183.9 മീറ്റർ നീളവും 25.3 മീറ്റർ ബീമും, അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് 9.9 മീറ്റർ, മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ഡ്രാഫ്റ്റ് 13 മീറ്ററാണ്. അപ്പോൾ 9.9 മീറ്റർ ഡ്രാഫ്റ്റാണ് കപ്പൽ പോയിട്ടുള്ളത്. അതായത് ഫുൾ ഡ്രാഫ്റ്റിലും അല്ല കപ്പൽ പോയിട്ടുള്ളത്. ഫുൾ ലോഡ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഡ്രാഫ്റ്റ് മാക്സിമം 13 വരെ വേണമെങ്കിൽ പോകാം. അതിൽ 9.9 മീറ്ററാണ് കപ്പൽ നിലവിൽ അവസാനമായി സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ലൈബീരിയൻ ഫ്ലാഗ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്ത കപ്പൽ, നമ്മൾ പല കപ്പലുകളുടെയും ഡീറ്റെയിൽ എടുക്കുമ്പോൾ ഫ്ലാഗ് ലൈബീരിയ ആയിരിക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് ടാക്സ് റിലാക്സ് ആവാൻ വേണ്ടിയാണ് ലൈബീരിയയിൽ കപ്പൽ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലൈബീരിയ എന്ന് എടുത്തു പറയാൻ കാരണം ഞാൻ വേറെയും കുറേ കേട്ടു. ലൈബീരിയ എന്ന് വരുന്നതുകൊണ്ട് യന്ത്രത്തോക്കുകളും ഗോൾഡും ബ്രൗൺ ഷുഗറും പെത്തഡിനും ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെ കപ്പലിലുണ്ടായിരുന്നത് എല്ലാം ലൈബീരിയ നിന്നും ആഫ്രിക്കയിൽ നിന്നും വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും വരുന്ന സാധനങ്ങളാണ്. ഇത് ഇവിടെ കൊണ്ടുവന്ന് പിടിക്കുമെന്നായപ്പോൾ കപ്പൽ മറിഞ്ഞതാണ്. ഇതൊക്കെ എന്താണ് ഈ കേൾക്കുന്നത്? പിന്നെ നമ്മൾ ഈ പറയുന്ന അടുത്ത കാര്യങ്ങൾ, ഇത് ഇപ്പോൾ ലൈബീരിയ ഫ്ലാഗ് ഇങ്ങനെയാണ്. ഇനി ഈ പറയുന്ന കെമിക്കൽ ഒഴുകി അങ്ങനെ. ഇനി അടുത്ത് കപ്പലിലെ എണ്ണ, അതായത് ഒരു കപ്പൽ മറിയുമ്പോൾ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ധനം, തീർച്ചയായിട്ടും കപ്പൽ റണ്ണിങ്ങിന് ഇന്ധനം വേണമല്ലോ. ആ ഇന്ധനം
കടലിലൂടെ അങ്ങ് സ്പ്രെഡായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റാതെയില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ അന്ന് തന്നെ നമ്മുടെ ഈ പറയുന്ന ഡിഫൻസ് PRO നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ തന്നിട്ടുണ്ടോ, അങ്ങനെ എണ്ണ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അത് സക്ക് ചെയ്യാൻ വേണ്ടി തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ വന്നു കഴിഞ്ഞു. ഓൾറെഡി കപ്പൽ മറിഞ്ഞ സമയത്ത് തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ കിലോമീറ്ററുള്ളത് എങ്ങനെ മാറും? അങ്ങനെ ചെയ്യില്ല. ഉറപ്പായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡിഫൻസ് സിസ്റ്റവും നമ്മുടെ കോസ്റ്റ് ഗാർഡും എല്ലായ്പ്പോഴും ഒരു രാജ്യത്ത്, ഏത് രാജ്യത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെ ഏത് രാജ്യത്തിൻ്റെ ആയാലും ഇങ്ങനൊരു അപകടം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ളവരെ രക്ഷിച്ചതിന് ശേഷം കപ്പലിൽ നിന്നുണ്ടാകുന്ന ഈ പറയുന്ന ഈ എണ്ണയാവട്ടെ വേറെ എന്തായാലും അവരുടൻ തന്നെ കടലിൽ നിന്ന് ആ കടൽ തീരത്തിൽ നിന്ന് തീർച്ചയായിട്ടും അത്രയും ടെക്നോളജി വെച്ച് സക്ക് ചെയ്ത് മാറ്റും. അല്ലാതെ സ്പ്രെഡ് ചെയ്തിട്ട് നോക്കി നിൽക്കില്ല. ഇനി അതിലും വലിയ സംഭവം, ആരും മീൻ കഴിക്കരുത്, ഫിഷ് ഇനി നാളെ തൊട്ട് ഉപയോഗിക്കരുത്. കാരണം ഉപയോഗിച്ച് എന്താ സംഭവിക്കും? കാരണം ഉപയോഗിച്ച് സാധാരണക്കാരാണ് മീൻ പിടിച്ച് വിൽപ്പന നടത്തുന്നവർ. അവർ പറയുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ് ചത്തുപോകും മനുഷ്യർ. കാരണം ഇതെല്ലാം ഈ കെമിക്കലെല്ലാം ഈ മീൻ ഭക്ഷിച്ചതിന് ശേഷം നമ്മൾ ആ മീൻ പിടിച്ച് കഴിച്ചാൽ മരിച്ചു. ഇതൊക്കെ ഇത് മനുഷ്യനെ ഭീതിയിലാക്കുന്ന ലെവലിൽ. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യും, ഇപ്പോൾ തൊട്ട് മുന്നെയാണ് നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു ചെറിയൊരു വാറെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു വാണിംഗ് കൊടുത്ത് നമ്മൾ വിട്ടിട്ടുള്ള ചെറിയൊരിത് ഓപ്പറേഷൻ സിന്ദൂർ. അവർ പോലും പാകിസ്ഥാൻ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നമ്മളിവിടുത്തെ മീഡിയാസ് പറയുന്നത്. അവർ പോലും അതിശയിച്ചിരിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായോ? ഞങ്ങൾ നേരത്തെ അറിഞ്ഞില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. റേറ്റിങ്ങിന് വേണ്ടി പാകിസ്ഥാനോ ചൈനയോ, നമ്മൾ എതിർക്കുന്ന പാകിസ്ഥാനോ ചൈനയോ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ മീഡിയയിലൂടെ വന്ന് ജനങ്ങളെ ഭീതിയിലാക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും സത്യം. അല്ലാതെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും കപ്പൽ എങ്ങനെയാണ് മറിഞ്ഞത് എന്ന് പെർഫെക്റ്റ് ആയിട്ട് 100% ആയിട്ട് ഒരാൾ ആൻസർ തരുമോ? ഇല്ല. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് തരാത്തത്? താങ്കൾക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ചു വരും. എൻ്റെ അറിവനുസരിച്ച്, കാരണം ഞാൻ പല ക്യാപ്റ്റന്മാരെടുക്കുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൂ മെമ്പേഴ്സിനെയും സംസാരിച്ചത് വെച്ചിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഈ കപ്പൽ മറിയാൻ കാരണം യഥാർത്ഥത്തിൽ ക്യാപ്റ്റന് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ ക്യാപ്റ്റനെ ക്വസ്റ്റ്യൻ ചെയ്തുകൂടി? അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പം നമ്മൾ ഈ കണ്ട കണ്ടെയ്നറുകളെല്ലാം തീർച്ചയായിട്ടും കടലിലുള്ള കണ്ടെയ്നർ, കുറേ കണ്ടെയ്നർ 3-4 സ്റ്റെപ്പ് കണ്ടെയ്നർ, കുറച്ച് കണ്ടെയ്നർ മുങ്ങിപ്പോവും, കുറച്ച് കണ്ടെയ്നർ നമ്മുടെ ഈ പറയുന്ന കടലിലൂടെ ഒഴുകി നടന്ന് കരയിൽ തന്നെ തീർച്ചയായിട്ടും വരാം. തിരമാലയുടെ ബേസ് അനുസരിച്ച് പല സ്ഥലങ്ങളും ചിലപ്പം നിലവിൽ കൊല്ലത്ത് വരാം, ആലപ്പുഴ വരാം, ഈ പറയുന്ന തൃശ്ശൂർ വരാം, കോഴിക്കോട് പോകാം. അത് എങ്ങനെയാണ് തിരമാലയുള്ളത്, കാറ്റിനനുസരിച്ച് ഈ കണ്ടെയ്നർ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും നടക്കും. ചിലപ്പോൾ കണ്ടെയ്നർ സീല് പൊട്ടും, അതിലെ മെറ്റീരിയൽ എല്ലാം പുറത്തേക്ക് വരും. എന്താ സാധനം നമുക്കറിയില്ല. അതുകൊണ്ട് ആരും എടുക്കാൻ ഇപ്പം നിലവിൽ ഈ പോലീസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭരണഘടന ഉൾപ്പെടെ അല്ല ഈ പറയുന്ന നിയമപാലകർ ഉൾപ്പെടെ നമ്മുടെ പറഞ്ഞ എന്താ കണ്ടെയ്നറിനകത്ത് എന്തെന്നറിയില്ല, അതുകൊണ്ട് നിങ്ങളത് എടുക്കരുത്. സത്യമാണത്. നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിയ റിയാക്ഷൻ മീൻസ് നമുക്ക് നിലവിൽ എന്തെങ്കിലും ഇപ്പോൾ ഈ കടലിൽ വിടുന്ന കണ്ടെയ്നറല്ലേ, അതിനകത്തിരിക്കുന്ന എന്താണെന്ന് അറിഞ്ഞുകൂടാ നമ്മൾ ചെന്ന് നമ്മുടെ സാധനം കൂടിയല്ല, എവിടെ നിന്നോ കയറ്റുമതി ചെയ്യുന്ന സാധനമായിരിക്കും, പല ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഉപ്പുവെള്ളം അടിക്കുമ്പോൾ നിലവിൽ അത് ഒന്ന് എടുക്കല്ലെന്ന് പറയുന്നത് നമ്മളെ സാധനം അല്ലാത്ത സാധനം നമ്മൾ എടുക്കാൻ നിൽക്കേണ്ട. അതാണ് സത്യം. എടുക്കരുത് എന്ന് പറഞ്ഞ് കടയിൽ വന്നിട്ട് ഇത് പൊട്ടിത്തെറിക്കുമെന്നല്ല, അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. ഇനി ഈ ഒഴുകി നടന്ന കണ്ടെയ്നർ ഇനി MSC വന്നിട്ട് ഇത് തിരിച്ചു കൊണ്ടുപോയി അവർക്ക് കൊടുക്കാനായി സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്തൊരു കാണാം, അതിന് ഇമ്പോർട്ട് ചെയ്ത് പല സാധനങ്ങളും കടലിലൂടെ നമ്മുടെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിന് ഒരു ഇൻഷുറൻസ് കാണൂല ഏതായാലും. കാരണം എന്തെങ്കിലും മറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും ഇൻഷുറൻസ് ഇല്ലേ? അപ്പോൾ നിലവിൽ ഈ ക്യാപ്റ്റന് മാത്രമേ അറിയാവുള്ളൂ ഇവിടെ എന്താ സംഭവം നടന്നിട്ടുള്ളൂ എന്നുള്ളത്. ആ ക്യാപ്റ്റൻ നിലവിൽ പറയുന്നത് കമ്പനിയോട് മാത്രമായിരിക്കും. കാരണം അതിന് ഇൻഷുറൻസ് ഉണ്ട്. ചുമ്മാ നമ്മൾ ഈ മീഡിയാസിനെടുക്കുക ഇന്നയാണ് മറിഞ്ഞ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ക്യാപ്റ്റൻ ഇതിൻ്റെ എന്തുകൊണ്ടാണ് അവസാനം വരെ ക്യാപ്റ്റൻ പിടിച്ചു നിന്നു കപ്പലിൽ. നിങ്ങൾക്ക് ഓർമ്മ കാണും, എല്ലാ ആകെ 24 ക്രൂ മെമ്പേഴ്സാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ഒരു അറിവ്. അതിൽ അവസാനം നമ്മൾ മാറ്റിയത് ക്യാപ്റ്റനെയാണ്. മറിയുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ അല്ലെങ്കിൽ നിമിഷങ്ങൾക്ക് മുന്നെയാണ് ക്യാപ്റ്റൻ മാറ്റിയത്. ക്യാപ്റ്റൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കപ്പലിൽ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന റീസൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ക്യാപ്റ്റൻ കപ്പലിൽ നിന്ന് മാറുക. മനഃപൂർവ്വമായിട്ട് ആരും ഇവിടെ കപ്പൽ കൊണ്ട് മുക്കേണ്ട ആവശ്യം അവർക്കില്ല. ഇനി ഈ കപ്പൽ ഇൻഷുറൻസ് കാണും, ഈ കണ്ടെയ്നർ ഇൻഷുറൻസ് കാണും. അത് ഇൻഷുറൻസ് കമ്പനിയുടെ മുന്നേ ആയിരിക്കും നിലവിൽ കമ്പനി സബ്മിറ്റ് ചെയ്യുക. ഇന്ന റീസൺ കൊണ്ടാണ് പിന്നെ എന്നുള്ളത് വ്യക്തമായിട്ട് ക്യാപ്റ്റനെ നിർത്തി അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ ഹെഡിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒഫീഷ്യലായിട്ട് തന്നെ ഹാൻഡ് ഓവർ അപ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എന്താ സംഭവിച്ചത്. അല്ലാതെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏത് ന്യൂസ് നിങ്ങൾ എടുത്ത് നോക്കിയാലും ഇത് എങ്ങനെയാണ് മറിഞ്ഞതെന്ന് അറിയാൻ സാധിക്കില്ല. നമുക്കിപ്പോൾ കാണുമ്പോൾ അറിയാമെന്നുള്ളത് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട്, പലരും പറയുന്നു കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് സംഭവിക്കാം,
ചിലപ്പോൾ വലിയൊരു തിരമാല വരുമ്പോൾ കപ്പലിൻ്റെ ലാഷ്, അല്ലെങ്കിൽ നമ്മൾ ഈ കപ്പൽ ഈ പറയുന്ന ഹെവി റോപ്പ് ഉപയോഗിച്ച് ടൈ ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ റോപ്പ് ഒന്ന് റിലീസായോ, എങ്ങനെയെങ്കിലും തിരമാല കൂടുന്നതനുസരിച്ച് കടലല്ലേ, കടലിൽ വളരെ ചെറിയൊരു ബോട്ട്, കടലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു മെറ്റീരിയലാണ് ഈ കപ്പൽ എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു തിരമാല വരുമ്പോൾ ഇതിലെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കണ്ടെയ്നർ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ കണ്ടെയ്നർ മാറിക്കഴിഞ്ഞാൽ, കണ്ടെയ്നർ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെബിലിറ്റി പോകും. നമ്മൾ അറിവാണ് നമ്മൾ പറയുന്നത്, ഇത് ക്യാപ്റ്റന്മാർ പോലും ഇങ്ങനെ പറയുന്നില്ല, സ്റ്റെബിലിറ്റി പോയി, അങ്ങനെ മറിയാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ കുറേ റീസൺസേ പറയുന്നുള്ളൂ, എങ്ങനെയാണെന്ന് ആരും പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ജനങ്ങൾ ഭീതിയാവേണ്ട കാര്യം എൻ്റെ അറിവിൽ യഥാർത്ഥത്തിലില്ല. പിന്നെ ഇങ്ങനെ കുറേ ന്യൂസുകൾ കേൾക്കുമ്പോൾ ജനങ്ങൾ തന്നെ ഓൾറെഡി ഭീതിയായിപ്പോയി. ഈ ഭീതിയിൽ നിർത്തി റേറ്റിംഗ് ഉണ്ടാക്കുന്നവരുടെ ഒന്നേ പറയുള്ളൂ. പിന്നെ വേറൊരു കാര്യം ഇനി എടുത്ത് പറയേണ്ടത്, ഞാനത് എടുത്ത് പറയുന്നില്ല, പറയാത്തതാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടും ഈ കപ്പലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വിഴിഞ്ഞം പോർട്ടിൽ ലോകത്തിലെ ഒരു പോർട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബിക്കോസ് കപ്പൽ പോർട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കപ്പലിൻ്റെ ക്യാപ്റ്റനാണ്. ഉറപ്പല്ലേ, അത് ക്യാപ്റ്റൻ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് കപ്പൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ ഇനിയിപ്പം ഞാനിത് ആര് പറഞ്ഞു, ഇനിയിപ്പം എനിക്കും ഇഷ്ടംപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്, കപ്പലിൽ അവിടെ തട്ടി ഇവിടെ തട്ടി വിഴിഞ്ഞം പോർട്ടിലായിട്ട്. ഇത് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ നമുക്കൂടി നാണക്കേടാണ്. എന്തിനാണ് നമ്മളങ്ങനെ പറയുന്നത്? നമുക്കറിയില്ല, അത്രത്തോളം അറിയില്ലാത്തവരാണോ? അല്ല, നമുക്കെല്ലാം അത്യാവശ്യം പത്രവും ന്യൂസും വായിക്കുന്നവരാണ്, അല്ലെങ്കിൽ ലോകം ഒരു അറിയാമെന്നുള്ളവരാണ്. ഇതെല്ലാം അറിയാമെന്നുള്ളവരായതിനാൽ നമ്മുടെ പോർട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു സംഭവവും നിലവിലില്ല. ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ടേം. ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതാ നമുക്ക് വ്യക്തമായിട്ട് കാണാനായി സാധിക്കും. ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ട് എന്ന് പറയുന്നത്. ആ കപ്പൽ ചാലുമായിട്ട് ഇപ്പോൾ വിശാലമായിട്ട് കിടക്കുന്ന അറബിക്കടലിലൂടെ ധാരാളം കപ്പലുകൾ ഒഴുകി പോകുന്നു. പിന്നെ വേറൊരു ന്യൂസ് ഞാൻ കേട്ടത്, അതെല്ലാം സങ്കടം കൊണ്ടാണ് പറയുന്നത്, ഈ റൂട്ടിലൂടെ കപ്പലുകൾ വരരുത്, കാരണം ഇനി സ്ഥലമില്ല. ഒരു കപ്പൽ മറിഞ്ഞ് കിടക്കുമല്ലേ, സ്ഥലമില്ലാത്തതുകൊണ്ട് കപ്പൽ റൂട്ട് ചേഞ്ച് ചെയ്ത് പോകണം. ചേഞ്ച് ചെയ്ത് എങ്ങോട്ടാണ് പോകും നിങ്ങൾ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമുക്ക് സിംഗപ്പൂർ കാണാം. ഇപ്പോൾ ഞാൻ ഒന്ന് നോക്കുക, മലേഷ്യ, സിംഗപ്പൂർ. ഇപ്പോൾ നമ്മൾ ഈ സിംഗപ്പൂർ പോർട്ടിനകത്ത് നമ്മളെ പോർട്ടിലേക്ക് വരേണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർണ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഓരോ നമ്മൾ സൂം ചെയ്യുമ്പോൾ കപ്പൽ കൊണ്ട് നിറയുന്നുണ്ടോ? കപ്പൽ ഈ ഭാഗത്തെല്ലാം നിറഞ്ഞു. ഇത് റേഞ്ച് കുറവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം കപ്പൽ നിറഞ്ഞു വരും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ അപകടം പറ്റിയ സ്ഥലം എവിടെയാണ്? അപകടം പറ്റിയ സ്ഥലം ഇവിടെയാണ്. ഒന്നുകൂടി ഞാൻ സൂം ചെയ്യാം. ഈ ഭാഗത്താണ് അപകടം പറ്റിയിട്ടുള്ളത്. നമ്മുടെ ഈ പറഞ്ഞ ആലപ്പുഴ ഭാഗത്ത് അപകടം പറ്റിയിട്ടുള്ളത്. കപ്പലുകൾ എന്താ ഇങ്ങ് പോകുന്നത്? കപ്പൽ ഇത്രയും അടുത്തൊന്നും പോകേണ്ട കാര്യമില്ലോ. എന്നിട്ട് കപ്പലോട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ. ഇതിപ്പോൾ കറണ്ട് സ്റ്റാറ്റസാണ് നമ്മൾ കാണുന്നത്. ഇവിടെ കൂടി പോരുന്നത്, ഇവിടെ കൂടിയാണ് ഇതിൻ്റെ ഈ അറബിക്കടൽ ഇപ്പം നിരന്ന് കിടക്കുന്ന അറബിക്കടൽ, അറബി സീ നിന്ന് കാണാം. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടി മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അതെനിക്കൊരു സംശയമാണ്. അറിഞ്ഞുകൂടാത്തവരാണ് ഇതൊക്കെ പറയുന്നത്, എനിക്കറിയാം. അറിഞ്ഞുകൂടാത്തവരല്ല, അറിഞ്ഞുകൊണ്ട് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പറയുന്നതാ. എന്നാലും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അറേബ്യൻ സീയിൽ എവിടെ കൂടിയാലും നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ, ഇറാഖ്, എമിറേറ്റ്സ് ഇതെല്ലാം നമുക്ക് കാണാൻ കണ്ടോ. ഇപ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ കാണാൻ സാധിക്കും. ഇനി ഇതിലൂടെ നമുക്ക് സൂയിസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകാം. ഇനി അവിടെ കൂടി പോകണ്ട, നമുക്ക് ആഫ്രിക്കയിലൂടെ അവിടെ ഒന്നും പോകാതെ ആഫ്രിക്ക ടച്ച് നമുക്ക് യൂറോപ്പിലേക്ക് പോകാം. ഇങ്ങനെ എല്ലാ ഭാഗത്തൂടെയും കപ്പലുകൾക്ക് വളരെ അനായാസന പോകാൻ സാധിക്കും. പിന്നെ വന്ന ന്യൂസ് അവിടെ അടുത്തൂടെ പോകരുത്, കപ്പലുകൾക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്, ഈ സാധനം പൊട്ടിത്തെറിക്കും. ഇതൊക്കെ വെറും ഫേക്ക് ന്യൂസുകളാണ്, ഇതൊന്നും ജെനുവിൻ അല്ല എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇത് ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരൂ, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയൂ, ഞാൻ റിപ്ലൈ തരാം. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇല്ല ഇതെല്ലാം പൊട്ടിത്തെറിക്കും, ഇതിങ്ങനെ അല്ല, ഇത് സത്യം അതല്ല, ഇത് സത്യം മറച്ചു വെച്ചുകൊണ്ട് കള്ള ന്യൂസുകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത് എന്ന് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്.